ഹലോ ഗോയ്സ്, വൈബർ ആണ്. ഫുൾ ടാങ്ക് തീറ്റയും ഫുൾ ടാങ്ക് പെട്രോളും അടിച്ചു നേരെ ഇറങ്ങിയത് ആസിഫ് അലി പറഞ്ഞ ഉർഫുഖാൻ മലനിരകൾ തേടിയാണ്. തീറ്റ ഓവറായതിനാൽ ചെങ്ങാതി സൈഡായി. ഉറക്കത്തിന്റെ മൂഡ് കളയാൻ വേണ്ടി വണ്ടി ഒന്ന് സൈഡാക്കി. വണ്ടിക്കും റെസ്റ്റ്, വണ്ടിയിലുള്ള നമുക്കും റെസ്റ്റ്. രാത്രി യാത്ര അവസാനിച്ചത് ഇവിടെയായിരുന്നു. രാത്രി അടിച്ച ടെന്റും മടക്കി നമ്മൾ ഇറങ്ങി. സൂര്യോദയം കാണുകയാണെങ്കിൽ ഇവിടെന്ന് കാണണമെന്ന് പറഞ്ഞ് യാത്ര തുടർന്നു. ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലെങ്കിൽ പിന്നെന്ത് ഉർഫുഖാൻ. സൂര്യോദയം ദുനിയാവിന്റെ ഏത് മൂലയിലാണെങ്കിൽ അതിമനോഹരം തന്നെ. സൂര്യന്റെ മനോഹരമായ കിരണങ്ങളെയും തലോടിക്കൊണ്ട് അടുത്ത യാത്ര ഈ പാത്രത്തിൽ ഒരു ചായ കുടിക്കാനാണ്. അവിടെ നിന്നുമാണ് ഞങ്ങൾ ഈ മനുഷ്യനെ പരിചയപ്പെട്ടത്. ഈ വെള്ളച്ചാട്ടത്തിന് സ്വിച്ച് ഓൺ ആക്കുന്ന പണിയാണ് അദ്ദേഹത്തിന്. വൈബർ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് വെള്ളച്ചാട്ടം കാണാതെ പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായ വെള്ളച്ചാട്ടത്തിന് അദ്ദേഹം സ്വിച്ച് ഓൺ ആക്കി. ഹൃദയത്തിൽ നിന്നും വലിയൊരു നന്ദിയും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഇനിയുള്ള യാത്ര ഷാർജ ബോർഡറിൽ താമസിക്കുന്ന നമ്മുടെ കൂട്ടുകാരന്റെ റൂമിലോട്ട്. ഈ കയറി പോകുന്നത് നമ്മുടെ കൂട്ടുകാരന്റെ റൂമിലോട്ടാണ്. ഈ ചായക്ക് മധുരമിടും മുമ്പേ കൂട്ടത്തിൽ ഒരുത്തൻ സൈഡായി. ഈ എഞ്ചിൻ ഓൺ ആയത് കാരണം അവൻ ഉറക്കത്തിലേക്കും ഞങ്ങൾ പുറത്തേക്കും. വടയും ചായയും അടിച്ച് യാത്ര ഇന്നലെ രാത്രി സഞ്ചരിച്ചിടത്തോട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു മുതലും തപ്പിയിറങ്ങിയതായിരുന്നു. കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അത് ലഭിച്ചു. തിരിച്ചിറങ്ങുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളും മനോഹരം തന്നെ. തിരിച്ചു റൂമിലെത്തിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഇനി സുനാമി വന്നാലും വെള്ളിയാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോകും. ജുമ കഴിഞ്ഞ് ഇറങ്ങിയത് ഇത്രയും മെനു ഉള്ള ഹോട്ടലിൽ കയറി ഈ ചിക്കൻ ബിരിയാണി കഴിക്കാനായിരുന്നു. ഒന്ന് തണുപ്പ്, ഒരു ഐസ്ക്രീമും.